അങ്ങനെ പള്ളികളിൽ ഈ പാതിരാ കുർബാന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് തലസ്ഥാനത്ത് പാളയം പള്ളിയിൽ നിന്ന് ഇന്ദുലേഖ ചേരുന്നുണ്ട്. അവിടുത്തെ വിവരങ്ങളും വിശേഷങ്ങളുമായി ഇന്ദു, ഓരോ ആഘോഷ രാവുകളിലും അതിൻ്റെ ഫുൾ വൈബ് നമ്മുടെ മാതൃഭൂമി ന്യൂസിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇന്ദു. ഇപ്പോൾ പാതിരാ കുർബാനയുടെ വിശേഷങ്ങൾ, ക്രിസ്മസിൻ്റെ ആഘോഷ രാവുകൾ, തലസ്ഥാനത്തെ ക്രിസ്മസ് വൈബ്, അതൊക്കെ എങ്ങനെയാണ് ഈ പാതിരാ കുർബാന ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ തോതിലുള്ള ജനത്തിരക്കൊക്കെ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. നിരത്തുകളിലൊക്കെ ആണെങ്കിൽ വിശ്വാസികളും പിന്നെ ക്രിസ്മസ് ആഘോഷ രാവിന് കാത്തിരുന്നവരുമൊക്കെ നിരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരിക്കും. ആഘോഷത്തിൻ്റെ ആ ഒരു മൂഡ്, വൈബ് എങ്ങനെയാണ് ഇന്ദു? മുയ്ബാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആഘോഷങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയാം. കാരണം ആഘോഷങ്ങളുടെ ഒരു നഗരമാണ് തിരുവനന്തപുരം. ഏത് ആഘോഷം വന്നാലും കണ്ടിരിക്കേണ്ട ഒരു ഇടം തിരുവനന്തപുരമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ക്രിസ്മസും അങ്ങനെയാണ്. അലങ്കാരങ്ങളായാലും ആഘോഷങ്ങളായാലും തിരുവനന്തപുരത്തെ ആഘോഷം അതൊന്ന് വേറെ തന്നെയാണ്. കാരണം എവിടേക്ക് ചെന്നാലും ആകാശത്ത് മാത്രമല്ല മണ്ണിലും താരകങ്ങളെല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം. കാരണം നക്ഷത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് തോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് ആകെ കൂടി ഒന്നും ഓടി പിടിച്ച് സുന്ദരിയായി നിൽക്കുകയാണ് തിരുവനന്തപുരം എന്ന് പറയാം. ഈ ഒരു സമയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുപ്പിറവയ്ക്കായുള്ള കാത്തിരിപ്പാണ്. കുർബാന കൂടാനായിട്ട് ഭക്തജനങ്ങളെല്ലാം പള്ളിയിലേക്ക് ഒഴുകിയെത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. പള്ളിക്ക് ഉള്ളിൽ നിറയെ വിശ്വാസികളാണ്. അവരെല്ലാവരും കുർബാന കൂടാനായി കാത്തിരിക്കുകയാണ്. ഈ പള്ളി അങ്കണത്തിലേക്ക് മറ്റു വിശ്വാസികളും ഒഴുകിയെത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ ജാതി മതം അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ക്രിസ്മസ് ദിനം അല്ലെങ്കിൽ ഈ ഒരു തിരുപ്പിറവിയെ എല്ലാവരും മനുഷ്യരായി പിറന്നവരെല്ലാവരും ഒരുമയോടെ സാഹോദര്യത്തോടു കൂടി ഏറ്റവും സന്തോഷത്തോടും ശാന്തിയോടും കൂടി പ്രത്യാശയോടും കൂടി ആഘോഷിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ ഇതിന് മലയാളികളല്ലാത്തവരും മറ്റു പുറത്തു നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരും വിദ്യാർത്ഥികളായുള്ളവരും ഇവിടെ വന്ന് പഠിക്കുന്ന എല്ലാവരും ഇതാ ഇവിടേക്ക് ഈ പള്ളിയിലേക്കൊക്കെ ഒഴുകിയെത്തുകയാണ്. പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ റോഡിലേക്ക് എത്തിയാലും വളരെ വലിയ ഒരു തിരക്ക് തന്നെയാണ് ഈ രാത്രി 11:45-12 മണിക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം നമുക്കറിയാം കനകക്കുന്നിലൊക്കെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. ലൈറ്റിൻ്റെയൊക്കെ ഒരു കാഴ്ച വിസ്മയം തന്നെയാണ് അവിടെ ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് പറയാം. വരും ദിവസങ്ങളിലൊക്കെ ന്യൂ ഇയറിനോട് അടുക്കുമ്പോഴൊക്കെ ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് അത്രയും ഭംഗിയോട് കൂടി തന്നെ എത്തിക്കുന്നതായിരിക്കും. മാനവീയത്തൊക്കെ ആയാലും ഇപ്പോൾ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പള്ളികൾക്ക് യാതൊരുവിധ കുറവില്ല. പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ ആയാലും തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയുണ്ട്. ഒരുപാട് വലിയ ആഘോഷങ്ങൾ ഓരോ പള്ളികളിലും നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇത് ലത്തീൻ പള്ളിയാണ്. ഇവിടെ ഇപ്പോൾ കുർബാന ഉടൻ തന്നെ ആരംഭിക്കും. ഫാദർ തോമസ് ജെന്നിറ്റോടെ നേതൃത്വത്തിലാകും ഈ കുർബാന ചടങ്ങുകൾ നടക്കുക. പള്ളി അങ്കണത്തേക്ക് ഇതാ എല്ലാവരും ഇങ്ങനെ ഒഴുകിയെത്തുകയാണെന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും കുർബാന കൂടാനായിട്ട് എത്തിയിരിക്കുന്ന വിശ്വാസികൾ തന്നെയാണ്. മാത്രമല്ല ഒന്ന് നോക്കൂ, ഇവിടെ വന്നെത്തുന്ന ആൾക്കാരെ കണ്ണിന് കുളിരണിയിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഈ ഒരു രാവിന് വേണ്ടുന്ന നിറങ്ങളെല്ലാം നൽകുന്ന കാഴ്ചകൾ ഇവിടെയുണ്ട്. ഈ പള്ളി അത്രയും മനോഹരമായിട്ട് തന്നെ അലങ്കരിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. കുടുംബമായി എത്തുന്നവരാണ് അധികവും. കൊച്ചുകുട്ടികളൊക്കെ ഇതാ ഈ നേരത്തും ഉറക്കം വളച്ച് വലിയ സന്തോഷത്തോടെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. അവർക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ കുടുംബമായൊക്കെ ചേർന്ന് നിന്ന് അവർ ഫോട്ടോസൊക്കെ എടുക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ് തോന്നുന്നത്. കൊച്ചുകുട്ടികളുടെ ഒക്കെ മുഖത്ത് ആകെ ഒരു കൗതുകമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതാ കുഞ്ഞു മോളൊക്കെ ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ മിടുക്കിയായിട്ട് നിൽപ്പുണ്ട്. മോളെ പേരെന്താ? എങ്ങനെയാ എല്ലാ തവണയും പള്ളിയിൽ ഈ സമയത്ത് കുർബാന കൂടാനായിട്ട്? അല്ല, ഞങ്ങൾ പീരുമേട്ടിന്നൂടെ വന്നതാ. അതെ, എൻ്റെ ആങ്ങളുടെ വീട്ടിൽ വന്നതാ. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ ആഘോഷം? പീരുമേട്ടിൽ ഇവിടെ വന്ന് കാണുമ്പോൾ കാഴ്ചകളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. തണുപ്പ് കുളിരൊക്കെ ഉണ്ട്. ഇവിടെ ഇവനെ കുറച്ചുകൂടെ ഉണ്ട്, കുറച്ചുകൂടെ ഇതുണ്ട്. ആഘോഷം ഈ ലൈറ്റ് കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? എല്ലായിടും പോയി ഭംഗിയായിട്ടിരിക്കുന്നത് കാണാനായിട്ട് ഇഷ്ടപ്പെട്ട്. അതാണ് പറയുന്നത്, പുറം നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നവർക്ക് അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണല്ലേ. അത്രയും ഉള്ളവർ അവിടെ പീരുമേട്ട് അവിടെ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. അവിടത്തെ ഇത് രീതി കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. ആ പഠനം വര, ഛത്രം, ശബരിമലക്കൊക്കെ വരുന്നവരെ ഇവിടെ ഒത്തിരി പേർ അവിടെ ടൂർ വരുന്നുണ്ട്. അവർക്ക് അവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ കാണുമ്പോൾ സന്തോഷമാണ്. അതാണ് ഓരോ ആഘോഷങ്ങളും അങ്ങനെയാണ്. ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു വേർതിരിവൊക്കെ മാറ്റി എല്ലാവരെയും ഇങ്ങനെ ഒരുമയോടെ എല്ലാവരിലേക്കും സന്തോഷം പകർന്നു നൽകുകയാണ്. ഈ ഒരു തിരുപ്പിറവിയുടെ രാവും അങ്ങനെ തന്നെയാണ്. എല്ലാവരിലേക്കും സന്തോഷം പകർന്നു നൽകുകയാണ്. പുതിയൊരു അനുഭവമാവുകയാണ്, പുതിയൊരു കാഴ്ചയാവുകയാണ് എല്ലാവർക്കും മുംബൈ ബാൻ.
ശരി ഇന്ദു, തലസ്ഥാനത്ത് എപ്പോൾ നോക്കിയാലും ഈ വർണ്ണ വിസ്മയമാണ്. അതിപ്പോൾ ക്രിസ്മസ് ആവുമ്പോൾ ഒന്നും പറയണ്ട, ഈ നിരത്തുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അങ്ങനെ മിന്നിത്തിളങ്ങും. ഇത് കാണാനായിട്ട് ഈ തലസ്ഥാനത്ത് ഉൾപ്രദേശങ്ങളിലൊക്കെ, ട്രിവാൻഡ്രത്ത് തന്നെ ഉൾപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഇന്നിപ്പോൾ ടൗണിലെത്തുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ വിശ്വാസികൾ ഈ പാതിരാ കുർബാനയ്ക്ക് വേണ്ടി, ക്രിസ്മസ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ദേവാലയങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വത്തിക്കാനിലേക്കാണ് ഇനി മറ്റൊരു ശ്രദ്ധ പോകുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ ക്രിസ്മസ് ദിന സന്ദേശമുണ്ടായിരിക്കും.